സഹ്യ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Cotton shirts and jeans from the house of HI2 shirts. White Rose Fashion Planet, Fragrance of Style, MPS Tower opposite Petrol Pump, Adona. Mary Mada Higher Education Guidance Trust, near New Bus Stand, Classic College Road, Nilambur. Maharani Silks, Nilambur. Maharani Gold Park, Nilambur, Bahrain. Ascent ENT Hospital, Calicut Road, Perindalmanna. PAK Gold and Diamond, Central Junction, Vandoor, Main Road, Pookkottumpadam. Chaitanya Steel Center, തുടക്കം കുറിക്കാം കാലം സാക്ഷിയാകുന്ന ബന്ധങ്ങൾക്ക്. Persian Jewelry, PV's Shopping Arcade, Main Road, Nilambur. മഞ്ഞു ലോഹത്തിന്റെ മനസ്സറിഞ്ഞവർ. MCM Gold Park, opposite bus stand, കാളികാവ്, അങ്ങാടി. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി ഞങ്ങളോടൊപ്പം. നിലമ്പൂർ ഫർണിച്ചർ, ജോൺസ് ടവർ, മെയിൻ റോഡ്, എടക്കര. ഫോൺ 04931278068. Crizal Silver, Diamond and Perfumes, Market Cross Road, Vandoor. Phone 7034925925. Tamikil Group of Companies, Construction Centering Materials, Rent Equipment, opposite Old Daya Homeo Clinic, Pattapiriyam, Vayalashala, Branch, Edavanna, Mambad. നമസ്കാരം. സഹ്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോളനികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. CNG റോഡ് ഉപരോധിച്ച് ആദിവാസികളുടെ പ്രതിഷേധം. പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനി നിവാസികളാണ് സംസ്ഥാന പാത ഉപരോധിച്ചത്. CPM വിമത വിഭാഗം നിലമ്പൂരിൽ ചുവടുറപ്പിക്കുന്നു. ക്ഷേമ പെൻഷൻകാരുടെ സംഘടനാ രൂപീകരണ യോഗത്തിൽ വൻ ജനപങ്കാളിത്തം. തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പാഠം പഠിപ്പിക്കുമെന്നും വിമതരുടെ മുന്നറിയിപ്പ്. മുഴുവൻ പ്രധാന റോഡുകളിലും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. റോഡ് വികസനത്തിൽ ജനം കൂടുതൽ ഉദാരത കാണിക്കണമെന്നും മന്ത്രി. വണ്ടൂർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു. കുടുംബയോഗങ്ങളുമായി CPMഉം കോൺഗ്രസും. BJP പ്രവർത്തക കൺവെൻഷൻ നടത്തി. വാർത്തകൾ വിശദമായി. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നാരോപിച്ച് ആദിവാസികൾ റോഡ് ഉപരോധിച്ചു. വഴിക്കടവ് പഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനി നിവാസികളാണ് CNG റോഡിൽ ആനമറയിൽ റോഡ് ഉപരോധ സമരം നടത്തിയത്. പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനികളിലായി 100-ലധികം ആദിവാസി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എന്നാൽ ഇതുവരെയായി ഈ 2 കോളനികളിലും വൈദ്യുതിയോ മറ്റു അനുബന്ധ സൗകര്യങ്ങളോ ലഭിച്ചിട്ടില്ല. വൈദ്യുതി ലഭ്യമാക്കുക, കോളനിയിലേക്കുള്ള റോഡ് യാഥാർത്ഥ്യമാക്കുക, പുന്നപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുക, പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തോട്ടം തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, കോളനിയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 100-ലധികം കോളനിക്കാർ സംസ്ഥാന പാത ഉപരോധിച്ചത്. രാവിലെ 10 മണിയോടെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപം ആരംഭിച്ച ഉപരോധം ഏറെ സമയം നീണ്ടുനിന്നു. അരമണിക്കൂറിന് ശേഷം പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ ഒരു ഭാഗം ഗതാഗതത്തിനായി വിട്ടുനൽകി. ഉപരോധം മൂലം ചുരം റോഡിലും വഴിക്കടവ് അങ്ങാടിയിലും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. CPM ഏരിയ സെക്രട്ടറി MR ജയചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PT ഉഷ അധ്യക്ഷത വഹിച്ചു. പുഞ്ചക്കൊല്ലി അളയ്ക്കൽ ആദിവാസി കോളനികളിലെ 100ഓളം വരുന്ന കുടുംബങ്ങൾ, നമുക്കറിയാം വലിയ നിരയായ ചെറുപ്പക്കാരവിടെയുണ്ട്. ഇവർക്ക് ഇന്നുവരെ വൈദ്യുതി എന്താണെന്നുള്ളത് ആ കോളനിക്കുള്ളിൽ കാണാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അതുപോലെ ആനമറയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവരുടെ കോളനിക്കെത്താം.
കോളനിയുള്ളിലെത്താം. ആ കോളനിക്കുള്ള റോഡ്, ഈ രണ്ട് കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ നാളിതുവരെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. ടി മനോജ് കുമാർ, സി നാഗൻ, എം ടി അലി, വിനയ് ചന്ദ്രൻ, സദാശിവൻ, വി ഡി റോസ എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂരിൽ CPM വിമത വിഭാഗം ക്ഷേമ പെൻഷൻകാരുടെ സംഘടന രൂപീകരിച്ചു. പ്രഖ്യാപന സമ്മേളനത്തിൽ വൻ ജനപങ്കാളിത്തം. ജനകീയ കൂട്ടായ്മ മുഖ്യ രക്ഷാധികാരി ജോസ് കെ അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വൻ ജനപങ്കാളിത്തത്തോടെ നിലമ്പൂരിലെ CPM വിമത വിഭാഗം ജനകീയ കൂട്ടായ്മയുടെ പേരിൽ ക്ഷേമ പെൻഷൻകാരുടെ സംഘടനയ്ക്ക് രൂപം നൽകി. കേരള ക്ഷേമ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന പേരിലായിരിക്കും സംഘടന അറിയപ്പെടുക. വെള്ളക്കൊടിയിൽ ഇടതുവശത്തായി KKP എന്ന് രേഖപ്പെടുത്തിയതാണ് സംഘടനയുടെ പതാക. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകുന്നതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. ജനകീയ കൂട്ടായ്മ മുഖ്യ രക്ഷാധികാരി ജോസ് കെ അഗസ്റ്റിനാണ് മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനവും സംഘടനാ രൂപവൽക്കരണവും അവകാശ സമര പ്രഖ്യാപനവും നിർവഹിച്ചത്. നമ്മളിവിടെ ഉന്നയിക്കപ്പെട്ട 5 ആവശ്യങ്ങളുണ്ട്. പെൻഷൻ പ്രതിമാസം കിട്ടുക എന്ന് തുടങ്ങി നമ്മുടെ മിനിമം പെൻഷൻ 1500 രൂപ ആക്കി കിട്ടുക എന്ന് തുടങ്ങിയുള്ള 5 ഡിമാൻഡുകൾ. ആ 5 ഡിമാൻഡുകൾ അംഗീകരിച്ച് കിട്ടുവോളം നിങ്ങളോടൊപ്പം നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് ഒരു സമരവേദിയിൽ, ഒരു സമരഭൂമിയിലേക്ക് ഇറങ്ങാൻ പോവുക. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം ചെയ്യുക. ബാങ്കിലെത്തി പെൻഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് മണി ഓർഡറായി പെൻഷൻ വീട്ടിലെത്തിക്കുക. കുറഞ്ഞ പെൻഷൻ 1500 രൂപയായി നിജപ്പെടുത്തുക. 3 വർഷം കൂടുമ്പോൾ ക്ഷേമ പെൻഷൻ പരിഷ്കരിക്കുക. NSPA മാനദണ്ഡങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പാലിക്കുക എന്നീ ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒക്ടോബർ 2 മുതൽ നിലമ്പൂരിൽ നഗരസഭാ കൗൺസിലർ ഉമ്മഴി വേണു അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്നും ജോസ് കെ അഗസ്റ്റിൻ പറഞ്ഞു. നിലമ്പൂർ PV's ആർക്കേഡിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് സംഘടനയുടെ രൂപവൽക്കരണ യോഗം പറഞ്ഞിരുന്നതെങ്കിലും 1:30 മണിയോടെ തന്നെ പ്രായമായവരുൾപ്പെടെയുള്ളവർ ഓഡിറ്റോറിയത്തിലെത്തിയിരുന്നു. അകത്ത് ആളുകളെ ഉൾക്കൊള്ളാനാകാത്തതിനാൽ പുറത്ത് വരാന്തയിലും താഴത്തെ നിലയിലെ വരാന്തയിലുമാണ് ജനങ്ങൾ ഇരുന്നത്. യോഗത്തിൽ അഡ്വക്കേറ്റ് ഗോവർദ്ധനൻ പൊറ്റേക്കാട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ M മുജീബ് റഹ്മാൻ, ഉമ്മഴി വേണു, PM ബഷീർ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് EK ഷൗക്കത്ത് അലി, CV അശോകൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി റിട്ടയർഡ് SI KP ഭരതനെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ബാലകൃഷ്ണനെയും സെക്രട്ടറിയായി PM ബഷീറിനെയും ജോയിന്റ് സെക്രട്ടറിയായി CV അശോകനെയും ബാബുരാജിനെ ഖജാൻജിയായും 75 അംഗ സമിതിക്ക് രൂപം നൽകി. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നിലപാട് കടുപ്പിച്ച് CPM വിമത വിഭാഗം നിലമ്പൂരിൽ ചൂടുറപ്പിക്കുന്നു. CPM ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് വിമത വിഭാഗം ഉന്നയിക്കുന്നത്. ഞായറാഴ്ച വിമത വിഭാഗം ജനകീയ കൂട്ടായ്മയുടെ പേരിൽ നടത്തിയ ക്ഷേമ പെൻഷൻകാരുടെ സംഘടനാ രൂപവൽക്കരണ യോഗത്തിലാണ് ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത്. തങ്ങൾ പ്രഖ്യാപിക്കുന്ന സമരങ്ങൾ മുൻകൂട്ടി ഏറ്റെടുത്ത് അപഹാസ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് CPM നടത്തുന്നതെന്ന് പാർട്ടിയെ പേരെടുത്തു പറയാതെ വിമതർ വിമർശിച്ചു. 56 പേരെ പങ്കെടുപ്പിച്ച് അരമണിക്കൂർ നേരം പട്ടിണി സമരം നടത്തിയാൽ ക്ഷേമ പെൻഷൻകാരുടെ പ്രശ്നം പരിഹരിക്കുമോ എന്ന് ഇവർ ചോദിക്കുന്നു. ക്ഷേമ പെൻഷന് വേണ്ടി നഗരസഭയിൽ തങ്ങൾ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അനുകൂലിച്ചവർ ഇപ്പോൾ തങ്ങൾക്കെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ്. ഭൂമിയും വീടുമില്ലാത്തവർക്ക് മുതുകാടുള്ള നഗരസഭയുടെ സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി വാദിച്ചവരാണ് CPM. വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടി സംഘടനാപരമായി സമരം നടത്തുമ്പോൾ ക്ഷേമ പെൻഷൻകാരുടെ കാര്യത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്ന സന്ദേശം വിമത വിഭാഗം നൽകുന്നു. നഗരസഭയിലെ CPM കൗൺസിലർ ഉൾപ്പെട്ട 11 അംഗങ്ങളിൽ 5 പേർ തങ്ങളോടൊപ്പമുണ്ടെന്നും പേരെടുത്തു പറഞ്ഞ് ഇവർ അവകാശപ്പെട്ടു. ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിലെത്തി തങ്ങളുടെ സംഘടനാ രൂപവൽക്കരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവർക്കുള്ള താക്കീതാണ് ഈ ജനാവലിയെന്നും യോഗത്തിൽ പ്രസംഗിച്ച ജോസ് കെ അഗസ്റ്റിൻ, PM ബഷീർ എന്നിവർ പറഞ്ഞു. ഞായറാഴ്ച നടന്ന യോഗത്തിൽ സംഘാടകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായത്. നിലമ്പൂർ വൈദ്യുതി ഡിവിഷനിൽ ഊർജ്ജ സംരക്ഷണ സർവേക്ക് തുടക്കമായി. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് നിലമ്പൂരിൽ തുടക്കമായത്. സംസ്ഥാന വൈദ്യുതി ബോർഡ് നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലുമായി ചേർന്നാണ് സർവേ നടത്തുന്നത്. മന്ത്രി ആര്യാടൻ മുഹമ്മദ്, ഭാര്യ PV മറിയുമ്മ, മകനും നിലമ്പൂർ നഗരസഭാ അധ്യക്ഷനുമായ ആര്യാടൻ ഷൗക്കത്ത് എന്നിവരിൽ നിന്നാണ് സർവേക്ക് ആവശ്യമായ വിവരശേഖരണം നടത്തിയത്. നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരായ നിപ ദാസിന്റെയും ഐശ്വര്യയുടെയും ചോദ്യങ്ങൾക്ക് മന്ത്രി തന്നെയാണ് കൂടുതലും മറുപടി നൽകിയത്. ഗാർഹിക വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എംപവറിംഗ് കൺസ്യൂമർ ഫോർ എനർജി എഫിഷ്യൻസി പ്രൊജക്ട് എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സർവേക്ക് പ്രൊജക്ട് ഓഫീസർമാരായ PK സുൽഫീഖർ അലി, ബിപിൻ പാർത്തൻ, പ്രോഗ്രാം ഓഫീസർ MP അരുൺ, ഫീൽഡ് ഓഫീസർ റമീസ് മമ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ മാസ്റ്റർ ട്രെയിനർമാരായ റമീസ് നെയ്ം, തൻഷീർ എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി.
അനധികൃതമായി മണൽ കടത്തിയ ഓട്ടോ ഗുഡ്സ് എടവണ്ണ പോലീസ് പിടികൂടി. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘമാണ് മണൽക്കടത്ത് പിടികൂടിയത്. നിലമ്പൂർ മഞ്ചേരി പാതയിൽ മമ്പാട് പൊങ്ങലൂരിന് സമീപത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ സ്റ്റാൻഡ് അറ്റ് ചാലിയാർ ടീം വാഹനം പിടികൂടിയത്. ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു. അതേസമയം വാഹനത്തിന്റെ നമ്പറോ മറ്റു രേഖകളോ ലഭ്യമായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. നമ്പർ പ്ലേറ്റും മറ്റും എടുത്തുമാറ്റിയ നിലയിലാണ്. അനധികൃത മണൽക്കടത്തിന് ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് സൂചന. ചാലിയാർ കടവുകളിൽ നിന്നും മറ്റും പോലീസ് പിടികൂടുന്ന മണൽ കലവറയിലൂടെ യഥാസമയം വിതരണം ചെയ്യുന്നില്ല. മുൻപ് ഇത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നതോടെ മണൽ വിതരണം നടത്തിയിരുന്നു. എന്നാൽ മാസങ്ങളായി വിതരണം വീണ്ടും നിലച്ചിരിക്കുകയാണ്. എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ഓപ്പറേഷൻ സ്റ്റാൻഡ് അറ്റ് ചാലിയാർ സംഘവും ഈയിടെ ചാലിയാർ കടവുകളിൽ നിന്ന് നിരവധി ലോഡ് മണൽ പിടികൂടിയിരുന്നു. ഇവയെല്ലാം റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. നിലവിൽ അംഗീകൃത മണൽ വാരൽ നിലച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഇത് കാരണം കലവറ മുഖേന നിരവധി അപേക്ഷകരാണ് ഉള്ളത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞാലും മണൽ ലഭിക്കുന്നില്ലെന്ന പരാതികളാണ് കലവറ മുഖേനയുള്ള ഉപഭോക്താക്കളുടെ പരാതി. ഇത് കാരണം പലർക്കും അനധികൃത മണൽ വാരേണ്ടി വരുന്നതായി പറയുന്നു. പോലീസ് സ്റ്റേഷൻ പരിസരത്തെ മണൽ യഥാസമയം വിതരണം ചെയ്യണമെന്ന് ആവശ്യങ്ങളാണ് ഉയരുന്നത്. സാഹസിക ടൂറിസത്തിന് സാക്ഷികളാകാൻ വൻ ജനാവലി. ആട്യൻപാറ മല ചുറ്റിയുള്ള സാഹസിക പ്രകടനം ആവേശമായി. സാഹസിക യാത്രയിൽ താല്പര്യമുള്ളവരുടെ വാഹനങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത്. കാലിക്കറ്റ് ഓഫ് റോഡേഴ്സ് ക്ലബിലെ 20 വാഹനങ്ങൾക്ക് പുറമെ റാലിയിൽ താല്പര്യമുള്ള 15ഓളം വാഹനങ്ങളും പങ്കെടുത്തു. നിലമ്പൂർ കാനോലി പ്ലോട്ടിൽ രാവിലെ 9:30 മന്ത്രി ആര്യാടൻ മുഹമ്മദ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത്, സംഘാടക സമിതി ചെയർമാൻ തോണിയിൽ സുരേഷ്, ജില്ലാ ടൂറിസം ക്ലബ്ബ് കോഓർഡിനേറ്റർ ബിജു പോൾ, DTPC ജീവനക്കാരൻ സുഹൈബ്, ഓഫ് റോഡേഴ്സ് ക്ലബ്ബ് അംഗങ്ങളായ സന്ദീപ്, കബീർ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂരിൽ നിന്ന് അകമ്പാടം വഴി ആട്യൻപാറയിലെത്തി ആനക്കുളം, ചെമ്പാല എസ്റ്റേറ്റ് റോഡ് വഴി പ്ലാക്കൽച്ചോല ST കോളനിയിലെത്തി മായൻപള്ളി KSEB ഡാം വഴി ആട്യൻപാറയിലെത്തി ടൂറിസം വികസനത്തിനായി നിർമ്മിച്ച 12,000 വനമേഖലയിലെ ക്യാമ്പ് ഷെഡിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ റാലിയിൽ പങ്കെടുത്തവരുടെ അവലോകന യോഗം നടത്തി. വനസംരക്ഷണ സമിതി സെക്രട്ടറി K മനോജ് കുമാർ, C സക്കീർ, N ഹൈദരാലി തുടങ്ങിയവരും പങ്കെടുത്തു. എല്ലാ മാസവും ടൂറിസവുമായി ബന്ധപ്പെട്ട ഓരോ പരിപാടികൾ നടത്തുമെന്ന് പഞ്ചായത്ത് അംഗം കൂടിയായ സംഘാടക സമിതി ചെയർമാൻ സുരേഷ് തോണിയിൽ അറിയിച്ചു. ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. വണ്ടൂർ അമ്പലപ്പടി ശ്രീ ശിവക്ഷേത്രത്തിൽ നടന്ന യജ്ഞമാണ് 100 കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ സമാപിച്ചത്. 7 ദിവസങ്ങളിലായി വണ്ടൂർ അമ്പലപ്പടി ശ്രീ ശിവക്ഷേത്രത്തിൽ നടന്ന 9ാമത് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. റാന്നി ശ്രീ ഹരിശങ്കർ നേതൃത്വം നൽകിയ യജ്ഞത്തിൽ ദിവസേന 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. സമാപന യജ്ഞത്തിൽ മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ള പ്രമുഖർ സംബന്ധിച്ചു. മുഴുവൻ ദിവസവും അന്നദാനവും നടന്നു. ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. റോഡിന് സ്ഥലം വിട്ടു നൽകുന്ന കാര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ഉദാര മനസ്ഥിതി കാണിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വണ്ടൂർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ട്രാഫിക് അപകടങ്ങളിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 2ാം സ്ഥാനം തമിഴ്നാട്ടിലാണ്, 3ാം സ്ഥാനം നമുക്കാണ്. നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ കരുതുന്നു എന്നുള്ളതല്ലാതെ റോഡുകളുടെ വീതികൾ കൂട്ടാൻ കഴിയുന്നില്ല, റോഡുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഫലമായി വാഹന അപകടങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങൾ നിരീക്ഷിച്ച ശേഷം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും റോഡിന്റെ പ്രധാന ഭാഗങ്ങളിൽ ക്യാമറ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. വണ്ടൂരിലെ ടൗൺ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷമേ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ അപകടാവസ്ഥയിലുള്ള കലുങ്കുകൾ പുനർനിർമ്മിക്കുക, റോഡിനിരുവശവും നീർച്ചാൽ പണിത് റോഡിന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുക, റോഡിന്റെ മധ്യഭാഗത്ത് മീഡിയൻ നിർമ്മിച്ച് ആധുനിക രീതിയിൽ BMBC പ്രവൃത്തി ചെയ്യുക, നിലവിലുള്ള ഫുട്പാത്തും പുതുതായി നിർമ്മിക്കുന്ന ഫുട്പാത്തും ടൈൽസ് ഇട്ട് ഭംഗിയാക്കുക, വശങ്ങളിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാൽനട യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുക, ദിശാബോർഡുകൾ സ്ഥാപിക്കുക തുടങ്ങിയവയാണ് ടൗൺ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വണ്ടൂർ ജംഗ്ഷൻ മുതൽ മഞ്ചേരി റോഡിൽ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ വരെയുള്ള 1250 മീറ്ററാണ് പ്രവൃത്തി നടപ്പിലാക്കുക. 4 കോടി രൂപ എസ്റ്റിമേറ്റുള്ള പ്രവൃത്തിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായി. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പട്ടികജാതി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MI ഷാനവാസ് MP,
അഡ്വക്കേറ്റ് എം ഉമ്മർ MLA, ശ്രീദേവി പ്രാക്കുന്ന്, ഇ സിത്താര, വി സുധാകരൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ മുഹമ്മദ് ഇസ്മായിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ശ്രീരാജ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ കോവിലകത്തുമുറിയിൽ കോൺഗ്രസ് കുടുംബസംഗമം നടത്തി. മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ മന്ത്രി ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. ആര്യാടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. TP വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്, പത്മിനി ഗോപിനാഥ്, VA കരീം, പാലോളി മെഹബൂബ്, MK വിജയരാജൻ, K ഗോപാലകൃഷ്ണൻ, C സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. പൂക്കോട്ടുംപാടം തട്ടിയേക്കലിൽ CPM കുടുംബസംഗമം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. പന്തപ്പുലാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി P ശിവാത്മജൻ, K രാജേന്ദ്രൻ, K ബാലൻ, PT മോഹൻദാസ്, P നസീർ ബാബു, CK സരോജിനി എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ദേശീയ സമിതി അംഗം P വാസുദേവൻ അവകാശപ്പെട്ടു. നിലമ്പൂർ മുനിസിപ്പൽ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ K പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. TK അശോക് കുമാർ, V പ്രദീപ്, വിനോദ്, KV വിശ്വനാഥൻ, ഡോക്ടർ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. പാറാൽ മമ്പാട്ടുമൂല ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും വിവിധ DYFI യൂണിറ്റുകളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. T ശിവശങ്കരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CPM ചോക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം T സുധാകരൻ അധ്യക്ഷനായിരുന്നു. മഞ്ഞപ്പെട്ടി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി P അബ്ദുൾ ഹമീദ്, MR വാസു, KV മുഹമ്മദ്, അഹല്യ ഹോസ്പിറ്റൽ PRO രമേശ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് DYFI പ്രവർത്തകരായ മുനീർ, K അഫ്സൽ, K നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അമരമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. പൂക്കോട്ടുംപാടത്ത് ചേർന്ന കുടുംബസംഗമം ജില്ലാ കമ്മിറ്റി അംഗം K മത്തായി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അമരമ്പലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത്. TA മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. N ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. PM ഫിലിപ്പ്, NN സുരേന്ദ്രൻ, M രാധാകൃഷ്ണൻ, PK ഇന്ദിരാദേവി എന്നിവർ സംസാരിച്ചു. ചുങ്കത്തറ പഞ്ചായത്തിൽ 10 മുട്ടക്കോഴിയും 10 കിലോ കോഴിത്തീറ്റയും വിതരണം ചെയ്തു. കേരള പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും ചുങ്കത്തറ മൃഗാശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കോഴി വിതരണം ചെയ്തത്. ചുങ്കത്ര MPM ഹൈസ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CD സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വിജയമ്മ പാലത്തിങ്ങൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുസ്തഫ കോക്കഞ്ചേരി, പറാട്ടി കുഞ്ഞാൻ, സക്കീന ത്രാശ്ശേരി, മെമ്പർമാരായ മറ്റത്തിൽ തമ്പാൻ, പുള്ളിയിൽ നാസർ, ഉഷാകുമാരി, മറിയാമ്മ ചിരട്ടോലിൽ, VS ഓമന ടീച്ചർ, MU ഷാജി, യേശുദാസ്, ജോബി ജോൺ, PB ഷാജു, ഡോക്ടർ ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എടവണ്ണയിൽ ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി വ്യാപാരികളുമായി MLA കൂടിക്കാഴ്ച നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിയായിരുന്നു കൂടിക്കാഴ്ച. വൈകിട്ടോടെയാണ് PK ബഷീർ MLA എടവണ്ണ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തിയത്. പ്രവൃത്തി സംബന്ധിച്ച് മറ്റു MLA വ്യാപാരികളുമായി സംസാരിച്ചു. ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പ്രവൃത്തി ആരംഭിക്കാനാകും. നമ്മുടെ നാട്ടിലെ എല്ലാ കെട്ടിട ഉടമകളും കച്ചവടക്കാരും ഒക്കെ സഹകരിച്ച് നിലവിലെ പീഡപ്പടി റോഡിൽ നിന്നും 2 മീറ്റർ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തേക്ക് 2 മീറ്റർ സ്ഥലം എല്ലാവരും സൗകര്യമായി കിട്ടുന്നുണ്ട്. റോഡ് വീതി കൂട്ടുന്ന അതിൻ്റെ റോഡിൻ്റെ തുടർ പ്രവൃത്തി തിങ്കളാഴ്ച 22-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോളനികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല. CNG റോഡ് ഉപരോധിച്ച് ആദിവാസികളുടെ പ്രതിഷേധം. പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനി നിവാസികളാണ് സംസ്ഥാന പാത ഉപരോധിച്ചത്. CPM വിമത വിഭാഗം നിലമ്പൂരിൽ ചുവടുറപ്പിക്കുന്നു. ക്ഷേമ പെൻഷൻകാരുടെ സംഘടനാ രൂപീകരണ യോഗത്തിൽ വൻ ജനപങ്കാളിത്തം. തെറ്റ് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പാഠം പഠിപ്പിക്കുമെന്നും വിമതരുടെ മുന്നറിയിപ്പ്. മുഴുവൻ പ്രധാന റോഡുകളിലും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. റോഡ് വികസനത്തിൽ ജനം കൂടുതൽ ഉദാരത കാണിക്കണമെന്നും മന്ത്രി. വണ്ടൂർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നു. കുടുംബയോഗങ്ങളുമായി CPM-ഉം കോൺഗ്രസും. BJP പ്രവർത്തക കൺവെൻഷൻ നടത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. സഹ്യവാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് cotton shirts and jeans from the house of HI2 shirts. White Rose Fashion Planet, Fragrance of Style, MPS Tower opposite Petrol Pump, Edavana. Mary Mada Higher Education Guidance Trust, near New Bus Stand, Classic College Road, Nilambur. Maharani Silks, Nilambur. Maharani Gold Park, Nilambur, Bahrain. Ascent ENT Hospital, Calicut Road, Perindalmanna. PAK Gold and Diamond, Central Junction, Vandoor, Main Road, Pookkottumpadam. Chaitanya Steel Center, തുടക്കം കുറിക്കാം കാലം സാക്ഷിയാകുന്ന ബന്ധങ്ങൾക്ക്. Persian Jewelry, PV's Shopping Arcade, Main Road, Nilambur. മഞ്ഞ ലോഹത്തിന്റെ മനസ്സറിഞ്ഞവർ. MCM Gold Park, opposite bus stand, കാളികാവ്, അങ്ങാടി. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇനി ഞങ്ങളോടൊപ്പം. നിലമ്പൂർ ഫർണിച്ചർ, ജോൺസ് ടവർ, മെയിൻ റോഡ്, എടക്കര. ഫോൺ 04931278068. Crizal Silver, Diamond and Precious, Market Cross Road, Vandoor. Phone 7034925925. Tamikkal Group of Companies, Construction Centering Materials, Rent Equipment, opposite Old Daya Homeo Clinic, Pattapiriyam, Vayalashala. Branch Edavanna, Mambad.